ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക, തികഞ്ഞ സംതൃപ്തിയോടുകൂടി ഉറങ്ങുക. ഹലോ, വെൽക്കം ടു എറ്റ് എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ നോർമലായിട്ട് നമ്മൾ എണീക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ക്ലാസ്സിലെ ദിവസങ്ങളിലാണ് കുറച്ചൊക്കെ നേരത്തെ എണീക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം വെയിലൊക്കെ വന്നൊരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഈ ഒരു വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ എല്ലായിടത്തും ഒന്ന് ഒതുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലീനിങ് പരിപാടികളായിരുന്നു. എൻ്റെ താത്തയാണെങ്കിൽ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലെ ദിവസങ്ങളിൽ അങ്ങനെയൊന്നും ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും നമുക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും താത്തത് കിച്ചണിൽ നല്ല തകൃതമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പുട്ടും അതുപോലെ തന്നെ തലേ ദിവസത്തെ മീൻകറിയും കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചപ്പോഴാണ് കേട്ടോ ചായ കുടിച്ചതൊന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നപ്പോൾ താത്തത് ഇവിടെ ചോറൊക്കെ ഊറ്റിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ പരിപാടികളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഉറക്കത്ത് നമ്മൾ എണീക്കുന്ന സമയത്ത് ആകെ അലങ്കോലമായിട്ട് ഇരിക്കുമല്ലോ നമ്മുടെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും അതൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ തന്നെ നമ്മൾ കുറച്ച് ആക്റ്റീവായ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് കിച്ചണിൽ വന്ന് നോക്കിയപ്പോഴേക്കും താത്ത ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് കറിയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് എൻ്റെ പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. താത്ത പിന്നെ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ഞാൻ ഏകദേശം 7:35 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതുപോലെ തന്നെ വൈകുന്നേരം 5:45 6 മണി ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവുള്ള ദിവസങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് വന്നതിന് ശേഷം എൻ്റെ തലേ ദിവസം അലക്കിയിട്ടുള്ള യൂണിഫോം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല രീതിക്ക് തന്നെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തലേ ദിവസം ഞാൻ അത്യാവശ്യം നല്ല ഉഴപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത് പറ്റത്തില്ല, നല്ല രീതിക്ക് തന്നെ ടൈം യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എണീക്കുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴേക്കും താത്തതേ പാത്രമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീടിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വന്നിട്ട് ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് തുടക്കുന്ന പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഡെഡ് ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ഇത്ര സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് നമുക്ക് ശീലിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം 11:30 ആകുമ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ തീർക്കണമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു 11:30 നമ്മളവിടെ കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല രീതിക്ക് തന്നെ റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് പെട്ടെന്ന് ഓരോന്നിന് ശേഷം ഓരോന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു 11:30 എന്ന് പറയുന്ന ആ ഒരു ഡെഡ് ലൈൻ എൻ്റെ മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ആ ഒരു സമയമാകുമ്പോഴേക്കും തീർക്കണമെന്ന് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല രീതിക്ക് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ ആ ഒരു ഡെഡ് ലൈനകത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയപ്പോൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനിത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ബാത്റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ ഒരു 11:30 എന്ന് പറയുന്ന സമയം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് വൃത്തിയാക്കി വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വലിയൊരു ടാസ്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട സമയം കൊടുത്തിട്ട് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ശീലിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുറേ പണിയൊക്കെ എടുത്തല്ലോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ മൈസൂർ പഴം ഇരിക്കുന്ന കണ്ടു. പിന്നെ അതും പാൽപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ഹോർലിക്സ്, പഞ്ചസാര ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ജ്യൂസ് അടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എല്ലാവരും കൂടെ ഇരുന്നിട്ട് അതൊക്കെ കുടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഫ്രഷായി റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു 12:30 ആകുമ്പോഴേക്കും ഫ്രഷായിട്ട് സെറ്റായിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഇത് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്നാലും ആ ഒരു 12:30 ആയപ്പോഴേക്കും നമ്മുടെ പരിപാടികൾ അലക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചോറും അതേപോലെ തന്നെ വെള്ളരിക്ക എന്തോ ഒരു സാധനം, അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ്. അത് വെച്ചിട്ടുള്ള കറി, വെണ്ടയ്ക്ക, അതേപോലെ തന്നെ മീൻ, ഇതൊക്കെയാണ് കേട്ടോ ലഞ്ചിന് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഉറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരം 3:30 4 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ പഠിക്കുന്ന ഏരിയയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ഫിസിക്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കംപ്ലീറ്റ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ ഇത് വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായ സമയത്താണ് ഞാൻ എൻ്റെ എഴുതാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം ഇരുന്ന് അതൊക്കെ എഴുതി. പിന്നെ ഒരു 8:30 8:45 ആയപ്പോൾ പിന്നെ പോയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു, ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം സുവോളജിയും എഴുതിയിട്ടു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബായ്.